പറഞ്ഞ വിഷയത്തിൽ തന്നെ വളരെ വേറിട്ടൊരു അനുഭവമുള്ള ആളാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. AK സെൻറ്ററിൽ നിന്ന് വിളിച്ച് ചർച്ചയ്ക്ക് പോകാൻ പറയുന്നു. വക്കീലായ അരുൺകുമാർ ചർച്ചയ്ക്ക് പോകുന്നു. ചർച്ച കഴിയുമ്പോൾ എന്താണ്, വക്കീല് പരാതിക്കാരനാവുന്നു, കേസ് കൊടുക്കുന്ന പരാതിക്കാരനാവുന്നു. അതും ഒരു അവതാരകനെതിരെ രാജ്യത്താദ്യമായി ഒരു കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റുന്ന നിലയിലേക്ക് ഒരു ചർച്ച ചെന്നെത്തി നിൽക്കുന്നു എന്നൊരു അനുഭവം താങ്കളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി അപമാനിക്കാനും അതും യാതൊരു വസ്തുതയില്ലാത്ത കാര്യം. ഇപ്പം മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്നത് ഒരു ചാനലിന് മാത്രം ദൃശ്യം കിട്ടുന്നു. ആ ദൃശ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർ 16 തവണ അതിലെ മുഖ്യ പ്രതികളെ ഫോണിൽ വിളിക്കുന്നു. ആ വിവരം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയാണ്. അതായത് ആ റിപ്പോർട്ടർ 16 തവണ ഈ സംഭവം നടക്കുമ്പോൾ ഒരു ചാനലിൽ മാത്രം കിട്ടിയ ദൃശ്യത്തെക്കുറിച്ച് ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആണ് ഇട്ടത്. അത് ഇട്ടതിന് വ്യക്തിപരമായ ഒരു വിരോധം എന്ന രൂപത്തിൽ അന്ന് ചർച്ചയ്ക്ക് വിളിച്ച് ആദ്യത്തെ ഒരു 20 മിനിറ്റ് പല ഘട്ടത്തിലും മൈക്ക് ഓഫ് ചെയ്ത് ആക്രമിക്കുന്നു. അത് വലിയ ഡാമേജിംഗ് ആയി നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി. ഇപ്പോൾ കോടതി കേസെടുത്തു. നാളെ ആ കേസിന്റെ പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. നാളെ അവസാന ചാൻസ് പ്രതി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇനി പ്രതിക്ക് ഒരു അവസരമില്ല. നാളെ വന്ന് ഹാജരായി ജാമ്യം എടുക്കാൻ. അതായത് 2 ജാമ്യക്കാരെയും കൂട്ടി വരണം. അതിന്റെ ദിവസം നാളെയാണ്. വക്കീലും കൂട്ടി വരണം. വക്കീല് വന്നു, പക്ഷെ പ്രതി വന്നില്ല. നാളെ വരേണ്ട ദിവസമാണ്. എന്തു വന്നാലും ആ നിയമ പോരാട്ടം തുടരും. ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായി ചാനൽ ചർച്ചകളിൽ അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ആക്രമിക്കുക, അതിനെതിരായിട്ട് സമയം തീരുന്നു. അല്ലേട്ടൻ മറ്റൊരു സാധ്യതയോട് ഉപയോഗിക്കുന്നു. ഈ ചർച്ചകൾക്ക് ശേഷം നവമാധ്യമങ്ങളിലൂടെ എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതൊരു പുതിയ സാധ്യത തുറന്നിടുന്നുണ്ടോ? സംശയമില്ല. മാത്രമല്ല, ഒരു ചർച്ചയിൽ നമ്മൾ നടന്ന കാര്യങ്ങൾ, അതിന്റെ വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ വീണ്ടും ഒന്നുകൂടെ എടുത്തിടുന്നതിനൊരു തെറ്റുമില്ല. അത് ജനങ്ങൾ കാണട്ടെ. എല്ലാം ജനങ്ങളുടെ അല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചർച്ചകളെ സംബന്ധിച്ച് രാഷ്ട്രീയ താല്പര്യത്തോടെ രാഷ്ട്രീയ എതിരാളികൾ ഒരുപക്ഷെ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് ട്രോളാക്കി അല്ലെങ്കിൽ അനിൽകുമാറിന് നന്നായി കിട്ടി എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ വസ്തുത അറിയുക എന്ന് പറയുന്ന ഒരു നമ്മൾ ചെയ്യാറുണ്ട്. സമൂഹ മാധ്യമങ്ങളെ കൂടി മുഖ്യധാരാ ദൃശ്യ മാധ്യമങ്ങളുടെ ചർച്ചകളിലേക്ക് കൊണ്ടുവരിക.